ഹേ ഗൈസ്, അപ്പം ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ രാത്രി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ സംഭവം വണ്ടി മൂടിയിടാൻ തുടങ്ങിയപ്പോഴാട്ടോ ഇത് കണ്ടത്. അപ്പോൾ അത് എന്നാ നോക്കിയില്ലായിരുന്നു, ഇപ്പം നല്ല പണി കിട്ടിയേനെ. ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എല്ലാ ദിവസവും വണ്ടി ഞാൻ മൂടിയിടുന്ന ഒരു പടുത ഉണ്ട് കേട്ടോ, മൂടിയാണ്. അപ്പോൾ ആ പടുത ഇന്ന് എടുത്തപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല. കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന്. ഈ വാല് തുറന്നു കഴിഞ്ഞാൽ വെളിയിലുണ്ട്. ഇപ്പം അത് കാണിച്ചു തരാം, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ അതേ വെട്ടം ഇട്ടിട്ടുണ്ട്. വെട്ടം ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, മൊത്തം തേനീച്ചയാട്ടോ. എന്നാ പെരുന്തേനീച്ചയാണ് മൊത്തം വീട് നിറച്ച്. അപ്പോൾ ദേ കിടക്കണ കണ്ടില്ലേ, പടുത കിടക്കണ കണ്ടില്ലേ. അപ്പോൾ ആ പടുത അതേ ആ ചെടിയുടെ മേളിൽ കിടക്കുമായിരുന്നു. വാല് തുറക്കാൻ നിവൃത്തിയില്ല. ആ പടുതയാണെങ്കിൽ ആ ചെടിയുടെ മേളിൽ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എന്നും വണ്ടി മൂടിയിടാൻ വന്നു കഴിഞ്ഞിട്ടോ. അപ്പോൾ അതെടുത്ത് വണ്ടി മൂടിയിടാൻ തുടങ്ങിയപ്പോഴത്തേനും അത് നിറച്ച് പെരുന്തേനീച്ചയായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ കൊത്തി കിട്ടിയാലും ഞാൻ എടുത്തിങ്ങനെ വണ്ടിയുടെ മേളിലേക്ക് ഇങ്ങനെ വിതറിയിട്ടപ്പോഴത്തേനും ഇതിങ്ങനെ തെറിച്ചു പോയി മുറ്റത്ത് നിറച്ച് കിടക്കുക. അപ്പോൾ ഡോറ് തുറക്കാൻ നിവൃത്തിയില്ല കേട്ടോ. വെട്ടം ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കയറി വരും. ആ താഴെ മുറ്റത്ത് നിറച്ച് കിടക്കട്ടോ. ഞാൻ പയ്യെ പോയി അതിൻ്റെ അടുത്ത് പോയി കാണിച്ചു തരാം. കൊത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. വീട് നിറച്ചിപ്പം അകത്ത് വെട്ടം ഇട്ടേക്കുന്നതുകൊണ്ട് ഫുള്ള് കയറി വന്നു കേട്ടോ. നമ്മുടെ ഈ ഹാളിക്കടയൊക്കെ നടക്കുകയാണ്. അത്യാവശ്യം വലിയ ഇത് നല്ല സൈസുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പെരുന്തേനീച്ചെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ തിണ്ണേൽ അപ്പടി അതെ കേട്ടോ. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. ഇപ്പോൾ രണ്ടും കൽപ്പിച്ചതേ കണ്ടില്ലേ, ഭിത്തിക്കടക്ക് ഇരിക്കുന്ന കണ്ടില്ലേ, മൊത്തം അതെ. കൊത്ത് മേടിക്കുന്നില്ല ഗൈസ്. ദേ പറന്ന് നടക്കാൻ കണ്ടില്ലേ, വീട് നിറച്ചായിട്ടോ. അപ്പോൾ ദേ ഇതാണതേ, ഇവിടെ ഈ ചെടീൻ്റെ മേളിൽ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതെടുത്ത് വണ്ടി മൂടിയിടാൻ തുടങ്ങിയപ്പോഴാട്ടോ ഇത് കണ്ടത്. ഇത് നിറച്ച് ഈച്ചയാണോ എന്തോ ഭാഗ്യത്തിനാട്ടോ എനിക്ക് കൊത്ത് കിട്ടാത്തത്. നിറച്ചു അതെ, ഇത് കണ്ടില്ലേ. ഇങ്ങനെ അടിക്കുമ്പോൾ കാണത്തില്ല കേട്ടോ. ഒരു രക്ഷയില്ല. വെട്ടം ഇട്ടപ്പോഴത്തേനും മൊത്തം ദേ അകത്തേക്ക് കയറി. അതെ, ആ ഷീറ്റിൽ പടുതയിൽ കിടക്കണ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഈ പടുതയുടെ അടിയിലൊക്കെ മൊത്തം ഈച്ചയാണ്. ഇത് കണ്ടില്ലേ, മൊത്തം അതെ. വെട്ടം ഇട്ടപ്പോഴത്തേനും ദേ ഫുള്ള് അകത്തേക്ക് കയറുക കേട്ടോ. ഈ ഫോണിലൊക്കെ വെട്ടം തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് എൻ്റെ മേത്തേക്കൊക്കെ വരുവാണ്. നിങ്ങളും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വണ്ടി മൂടിയിടുന്ന പടുതയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഞാൻ എടുത്തിങ്ങനെ എറിഞ്ഞു. എറിഞ്ഞപ്പോഴത്തേനും ഇതിങ്ങനെ തെറിച്ച് പോയി ഇങ്ങനെ മുറ്റത്ത് കൂടെ വീണ് കിടക്കണ കേട്ടോ. ആ പടുതയിൽ അതുപോലെ തന്നെ ഇട്ടേക്കുവാണ്. ആ എറിഞ്ഞിട്ടേക്കണ പോലെ തന്നെ ഇട്ടിട്ട് ഞാൻ ഓടി. അതേ ഇപ്പം ഞാൻ വെട്ടം ഇട്ടപ്പോഴത്തേനും ഇതെല്ലാം മൊത്തം എന്തേ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറി വന്നു കേട്ടോ. മൊത്തം ഈച്ചയായി. ഇതുണ്ടല്ലേ, നിറച്ചായി. അതേ ബൾബൊക്കെ പൊതിഞ്ഞിരിക്കുക. ഈച്ച. ഫോട്ടോയിലൊക്കെ മൊത്തം ദേ വന്നിരിക്കുക കേട്ടോ. ഇതെന്റെ ഫോണിൽ പൊരുത്തം വന്നിരിക്കട്ടെ. ദേ എവിടെ ഇരിക്കണം, പോടാ. കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിരിക്കും. അപ്പൊ ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ ഇതിന്റെ മേളിൽ വന്ന് കിടന്ന വീഡിയോ എടുക്കുന്ന കേട്ടോ. നിലത്തൂടെ ഒക്കെ ദേഹിക്കണം. കിട്ടിയില്ല, കുത്ത് കിട്ടിയില്ല. ഞാൻ എന്തോ കയറി ചവിട്ടിട്ടോ. അപ്പൊ തെരീച്ചേനെന്ന് ഓർത്തു. നിറച്ചായിട്ടോ. ഇനി ഞാൻ വെട്ടം കെടുത്തിയിട്ടില്ലെങ്കിൽ ഇത് മൊത്തം വീടിന്റെ അകത്തേക്ക് കയറും. അത് ഭയങ്കര വള്ളിയാവും. ഇപ്പൊ തന്നെ തിണ്ണയിൽ അപ്പടി കണ്ടോ, ഒരു രക്ഷയില്ല. ഇതിലേക്ക് നടക്കാൻ നമ്മൾ കയറി ചവിട്ടി കഴിഞ്ഞാലേ കടി കിട്ടും കേട്ടോ. ചുമ്മാ കടി മേടിക്കണ്ടല്ലോ. ഇതേ ഒരു മരത്തിന്റെ അല്ല ചെടിയുടെ ചോട്ടിൽ ഇതേ മൊത്തം ഇങ്ങനെ അടിഞ്ഞു കൂടി ഇപ്പൊ ദേ വെട്ടം കെടുത്തിപ്പോ ഇരിക്കും കേട്ടോ. കുറേ ഉണ്ട്. ഇപ്പൊ ദേ കുറേ ദേ ഷീറ്റിലും ഉണ്ട്. ദേ ഇവിടെ ഉണ്ട് ഷീറ്റ്. നമ്മൾ അതുപോലെ തന്നെ അനക്കാതെ ഇട്ടേക്കും കേട്ടോ. വണ്ടി നമ്മൾ മൂടിയിട്ടിട്ടില്ല. ഒരു രക്ഷയില്ല. അപ്പോൾ അത് പയ്യൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറേ നേരമായിട്ട് വെട്ടമൊക്കെ കെടുത്തിയിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെട്ടം തെളിച്ചുള്ളൂ. ഇപ്പോൾ
എന്നാ മുറ്റത്തേക്ക് തിന്നേക്കടയൊക്കെ മൊത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ചെടിയുടെ ഉള്ളിലും ഇരിക്കണ്ടല്ലോ, അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഈ തിന്നേക്കടയൊക്കെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, കാണിച്ചു തരാം കേട്ടോ. എന്നില്ല എല്ലാവരും ഒന്ന് പറന്ന് ശാന്തമൊക്കെ ആയിട്ട് ഇതേ അതിലേക്ക് ഇതേ ഇരിക്കുകയാണ്. തിന്നേക്കട മൊത്തം ഇരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇവിടെ പടിക്കടൊക്കെ ഇരിക്കണ്ട്. ഇല്ല ഇല്ല, ഈ സൈഡിലൊക്കെ ഇതേ കട്ട പിടിച്ചിരിക്കണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ ഒന്ന് ഇത്രയും നേരം കുറെ നേരം നമ്മൾ വെട്ടം കെടുത്തിയിട്ടുണ്ട് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം എന്നാ വൈകിട്ട് ഇപ്പൊ ഈ തണുപ്പുള്ള സമയത്തൊക്കെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹേ ഗൈസ്, അപ്പോൾ അതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി കുറെ തേനീച്ചകൾ നമ്മുടെ വീട് കൈയടക്കിയായിരുന്നു. അപ്പം ഇപ്പോൾ രാവിലെ അത് എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനും തിണ്ണയിലൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ദേ ആ ചെടിയുടെ ചോട്ടിൽ പോയി ഇരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. തിണ്ണേന്നൊക്കെ മൊത്തം ഇറങ്ങിപ്പോയി. ചെടിയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, പോയിട്ടില്ല. ദേ ഇരിക്കണു ഗൈസ്, നിറച്ചിപ്പോൾ ചെടിയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഇന്നലെ ഇവിടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, ബാക്കിയെല്ലാം പറന്ന് നടക്കുമായിരുന്നു. പിന്നെ ഇപ്പത്തേനും ആ ചെടിയുടെ ചുവട്ടിലെല്ലാം തന്നെ കയറി ഇരിപ്പുണ്ട്. എല്ലാം അങ്ങടെ ആ ചെടിയുടെ ചുവട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം എന്നാ മഴ വരുമ്പോഴത്തേനും ചിലപ്പോൾ വെള്ളമൊക്കെ തെറിക്കുമ്പോൾ അവിടെ ഇരിക്കൂലായിരിക്കും കേട്ടോ. കാരണം ഈ വെള്ളം ഒഴുകുമല്ലേ അടിയിക്കടെ. ഇന്നലെ കൊത്തു കിട്ടാതെ എന്തോ ഭാഗ്യം കേട്ടോ ഗൈസ്, ജസ്റ്റ് മിസ്സിനാണ് കൊത്തു കിട്ടാതെ പോയത്. ഇത് കണ്ടോ, ഇത്രയും വലിയ തേനീച്ചയാണ്. ഇന്നലെ ഇത് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ. ഇത് വലിയ തേനീച്ച ആണ്. അതിന് കൊത്തു കിട്ടി കഴിഞ്ഞാൽ നല്ല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കൊത്തു കിട്ടാത്ത ഭാഗ്യം കേട്ടോ. നീ ഇരിക്കണം കേട്ടോ, സംഭവം എന്തോരാ നോക്ക്. ഇന്നലെ ഇത് കൂടുതലുണ്ടായിരുന്നു കേട്ടോ, ഇന്നിപ്പോൾ കുറച്ചുള്ളൂ. കാരണം മരത്തേലും നമ്മുടെ തിണ്ണയിലും ഈ ഷീറ്റയിലൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ അടുത്തേക്ക് കളിക്കാൻ പോയി കഴിഞ്ഞാൽ കൊത്ത് കിട്ടും. കാരണം ഇന്നലെ രാത്രി ആയതുകൊണ്ട് കൊത്താതെ വിട്ടതാ കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഇത് പറന്ന് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൊത്ത് കിട്ടും. ഇതെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടിച്ചു കൊണ്ടോട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഇത് നിലത്ത് ശരിക്കും മണ്ണിനോട് ചേർന്നാണ് ഇരിക്കണേ. അപ്പോൾ ഈ മഴവെള്ളം വരുമ്പോഴത്തേനും ഇങ്ങനെ അടിച്ചു പോകുമ്പോഴത്തേനും പൊക്കോളും. ഇരിക്കാൻ ചാൻസ് കുറവാണ്. നമുക്ക് മഴ പെയ്യുമ്പോൾ പോകുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചാടിച്ചു വരണോട്ടോ. ഇല്ലെങ്കിൽ എല്ലാവരും നടക്കണ ഒരു സ്ഥലമല്ലേ, അറിയാതെ എങ്ങാനും ചെടിയിലൊക്കെ തട്ടുമ്പോഴത്തേനും കൊത്ത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിനെ ഓടിക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്നാ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് നോക്കി കേട്ടോ. എഴുന്നേറ്റതേ തേനീച്ച ഉണ്ടോ എന്നാണ് നോക്കിയത്. ഇന്നലെ മൊത്തം ആയിരുന്നല്ലോ വീട്ടിലെ, ലൈറ്റ് ഇടാൻ പോലും പറ്റില്ലായിരുന്നു. ഈ മരത്തെ ചെടിയൊന്നും പോയിട്ടില്ല, അതാണ് ഞാൻ ഓടി ഒന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ ഗൈസ്.